ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരാണസി അടക്കം 57 സീറ്റുകളാണ് ഏഴാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. എന്തായാലും 6 ഘട്ടങ്ങളിൽ ഉണ്ടായ പോളിംഗ് ശതമാനത്തിലെ ഇടിവ് വലിയ ആശങ്കയിൽ തന്നെയാണ് BJP ആഴ്ത്തിയിരിക്കുന്നത്. സമഗ്ര വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് സ്വാതി സന്തോഷ് നൽകും. സ്വാതി, അഞ്ജന, എന്തായാലും പ്രചാരണമൊക്കെ അവസാനിച്ച് നാളെ 57 മണ്ഡലങ്ങൾ ഇപ്പോൾ ജനവിധി തേടാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും മത്സര രംഗത്ത് ഉണ്ട്. 57 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ 7 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുടെ മണ്ഡലങ്ങളുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ പഞ്ചാബിലും ഉത്തർപ്രദേശിലും 13 മണ്ഡലങ്ങളിലും 13 സീറ്റിലാണ് മത്സരം നടക്കുന്നത്. ബീഹാറിൽ 8 സീറ്റ്, പശ്ചിമ ബംഗാളിൽ 9 സീറ്റ്, ഹിമാചൽ പ്രദേശിൽ 4, ഒഡീഷയിൽ 6, ജാർഖണ്ഡിലെ 3-ഉം ചണ്ഡീഗഡിലെ ഏക സീറ്റിലേക്കുമാണ് നാളെ പോളിംഗ് നടക്കാനിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് മുന്നണികൾ. പ്രത്യേകിച്ചും കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ പോളിംഗ് ശതമാനത്തിൽ വലിയൊരു കുറവ് രേഖപ്പെടുത്തിയത് BJPക്ക് തിരിച്ചടിയാകുമ്പോൾ വലിയ ആത്മവിശ്വാസം ഇപ്പോഴും ഇന്ത്യ മുന്നണി പ്രകടിപ്പിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ ആവേശത്തിലുള്ള പ്രചരണങ്ങളും ജനകീയ വിഷയങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതേസമയം BJP വിവിധ ഇടങ്ങളിൽ കർഷകരോഷം അടക്കം കത്തി നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ, അതായത് അവസാന ഘട്ടത്തിൽ പഞ്ചാബൊക്കെ ജനവിധി തേടുമ്പോൾ BJPക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. അതേസമയം മറ്റു മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ CPM അടക്കം മത്സരിക്കുന്ന പശ്ചിമ ബംഗാളും ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കൂടിയാണ്. വിവിധ ഇടങ്ങളിൽ പശ്ചിമ ബംഗാളിലെ വിവിധ ഇടങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ്, BJP, അതേസമയം CPM-ഉം കോൺഗ്രസും സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ വലിയ വെല്ലുവിളി തന്നെ ഉയർത്തുന്നുണ്ട്. അതേസമയം വിവിധ ഇടങ്ങളിലെ മോദിയുടെ വിദ്വേഷ പരാമർശമടക്കം വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ കന്യാകുമാരിയിൽ മോദിയുടെ ധ്യാനം തുടരുന്നു. അവസാനഘട്ട പ്രചരണങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ പോലും മോദി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ഭയത്തോടെ തന്നെ ഇപ്പോൾ ധ്യാനത്തിലിരിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും കേദാർനാഥിൽ ധ്യാനത്തിലിരിക്കുന്ന മോദിയെ കണ്ടെങ്കിൽ ഇത്തവണ കന്യാകുമാരിയിൽ മോദി ധ്യാനത്തിലാണ്. വലിയ വെല്ലുവിളികളും വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ഉയരുമ്പോഴും BJP മൗനം തുടരുന്നു. പരാജയ ഭീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അതേസമയം ഇന്ത്യ മുന്നണി വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ ഈ 7ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ മുഴുവൻ വോട്ടർമാരെയും നേരിട്ട് കണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് എല്ലാവരെയും പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ജൂൺ 4-ന് എന്തായാലും ഫലം പ്രഖ്യാപിക്കുമ്പോൾ ആർക്കായിരിക്കും വിജയം എന്നുള്ളത് കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്ത്യ മുന്നണി വലിയ ആവേശത്തിലും വലിയ ആത്മവിശ്വാസത്തിലും മുന്നോട്ട് പോകുന്നു. മാത്രമല്ല നാളത്തെ അവസാന വോട്ടെടുപ്പ് ദിനം കൂടിയാണ്. നാളെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ യോഗം കൂടി ദില്ലിയിൽ ചേരുന്നുണ്ട്. അതും ഒരു നിർണായക യോഗം തന്നെയായി തന്നെ വിലയിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. അഞ്ജന.